ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് അയ്മൻ്റെ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ, അതിന് പോവുകയാണ്. അമ്മിനെ ടാറ്റെടുക്കേ. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തിയിട്ടോ. അപ്പോൾ ഇവിടെ ചായയും കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായ ഞാൻ ഓൾറെഡി കുടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കേക്ക് എടുക്കാഴ്ച കേക്ക് എടുത്തു. 2 വിധം കേക്ക് ഉണ്ടായിരുന്നു. ഞാൻ വൈറ്റ് കേക്കാണ് ഇഷ്ടം, മറ്റേതൊരു മരുന്നിൻ്റെ ഫ്ലേവറാണ്. അപ്പോൾ അതും കഴിച്ചിട്ടോ. ചായ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞാൻ ഊതി ആദ്യം കുടിച്ച് തീർത്തു. പിന്നെ ആമിനെ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ തന്നെ പോയിരിക്കാം, അടിപൊളിയായിട്ട് കാണും. പിന്നെ ചാൻ്റെ പെങ്ങളും ഉണ്ട് അവിടെ. അതിലെനിക്ക് പേര് അത് കിട്ടിയില്ല. നേരെ പേരന്റിന്റെ പേരാ കൊടുത്തത്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് കയറിയപ്പോൾ തന്നെ ഷാൻ്റെ വലിയ പെങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഷാൻ്റെ വലിയ പെങ്ങളും പെങ്ങളെ മക്കളും അയ്മനും ചെറിയ പെങ്ങളെ മക്കളും ഒക്കെ ഒരു സ്കൂളിൽ തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ താത്താൻ്റെ അടുത്ത് തന്നെ പോയിരുന്നു കേട്ടോ. ഇരുന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പരിപാടി തുടങ്ങി കേട്ടോ. To confident, curious learners, they have not only mastered alphabets and numbers, but അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടോ, കോൺവെക്കേഷൻ സെറിമണി. അപ്പോൾ അയ്മന് അത്യാവശ്യം ബാക്കിലാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ക്ലാസ് ബേസ് ആയിട്ടാണ്. അപ്പോൾ അയ്മന് ഫസ്റ്റ് A ക്ലാസ്സും B ക്ലാസ്സും, പിന്നെ അയ്മന് C ക്ലാസ്സിൽ. അപ്പോൾ ഡാൻസൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ പ്രിൻസിപ്പാൾ എൻ്റെ താത്താൻ്റെ ഫ്രണ്ടും കൂടെയാണ് കേട്ടോ. Being a part of their educational journey. We truly appreciate the support. ഇയാളാണ് കേട്ടോ ഇനാഗ്രേഷന് വന്നിട്ടുണ്ടായിരുന്നത്. മഞ്ചേരി സിവിൽ ജഡ്ജാണ് കേട്ടോ. എന്താ പേര്, ഷബീർ ഇബ്രാഹിം. നല്ലൊരു മനുഷ്യനുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജഡ്ജൊക്കെ അത്യാവശ്യം ഏജ് ആയിട്ടുള്ള, വയറൊക്കെ ചാടി അത്യാവശ്യം തടിയൊക്കെ ഉള്ള, കഷണ്ടിയൊക്കെ ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെയാണ് കേട്ടോ. നല്ലൊരു മനുഷ്യൻ. പ്രസംഗമൊക്കെ ഫുള്ള് മലയാളത്തിലിടും. ഞാൻ ഈ ജഡ്ജൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷൊക്കെ കേൾക്കാറെന്ന് വിചാരിച്ചു. നമുക്ക് പലപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഒന്നിനും സമയമില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സമയമില്ല. ഈവൻ മക്കൾ പോലും പറയുന്നത്, മാതാപിതാക്കൾ പോലും ഫോണിന്റെ അടിമയിലാണ്. ഡിജിറ്റൽ യുഗത്തിൽ അതിന് എൻ്റെ ഉപ്പാക്ക് അതിന് നിരന്തരം സമയമില്ല, ഫുൾ ടൈം ഫോണിലാണ്. നല്ല കാര്യങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്നുണ്ടാവും. ഞാൻ പിന്നെ റീൽസ് പോലെ നമുക്കറിയാം അല്ലേ, ഒരു റീലിൽ നിന്ന് മറ്റൊരു റീലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇത് കണ്ടാണ് സ്വാഭാവികമായി നമ്മളെ മക്കൾ വളരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്കറിയാം, ഡിജിറ്റൽ യുഗത്തിൽ മൊബൈൽ വേണം, മൊബൈലില്ലാതെ കാര്യങ്ങൾ നടക്കൂല. അപ്പം നമുക്കായിട്ട് പിന്നോട്ട് നിൽക്കാം. പക്ഷെ അതിനെല്ലാം നമ്മളൊരു സർക്കിൾ അല്ലെങ്കിൽ ഒരു റിസ്ട്രിക്ഷൻ അതിലെല്ലാത്തിനും നമ്മൾ വെക്കണം. ഇപ്പം മൊബൈൽ കൊടുത്താൽ തന്നെ കറക്റ്റ് സമയം പറഞ്ഞ ഒരു 10-15 മിനിറ്റ് അത് കഴിഞ്ഞാൽ നിന്റെ അടുത്ത് വാങ്ങും. ഇപ്പം അതെന്താ സംഗതി. അങ്ങനെ മൂപ്പരെ പ്രസംഗമൊക്കെ കേട്ടിട്ടോ. നല്ല അടിപൊളി പ്രസംഗം, കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെ നല്ലൊരു പേരൻ്റ് ആവാന്നുള്ളത്. അങ്ങനെ കുറേയൊക്കെ മെമ്മറിയിലൊക്കെ പിടിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഞാൻ അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇതൊക്കെ സത്യം പറയുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇതിനൊക്കെ പോകണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 പേരും വേണം. പേരൻസ് 2 ആളും പോയിട്ട് കേൾക്കണം, അല്ലാതെ ഒരാളായിട്ടൊന്നും കേട്ടിട്ട് നന്നാക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ. പിന്നെ കുറേ നമ്മൾ കേട്ടിക്കണം, കുറേയൊക്കെ മെമ്മറിയിലുണ്ട്. നല്ല പോയിന്റുകളൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ചാക്ക് മുട്ടെടുക്കണമല്ലോ, ഇത് ഇതുവരെയൊന്നും കാണില്ലല്ലോ. പിന്നെ അങ്ങനെ ഓരോരുത്തരെ പേരും വിളിച്ച് ഫോട്ടോ എടുക്കൽ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മളെ പുത്രൻ്റെ പേരും വിളിച്ചു ഗൈസ്. Aisha Zoya, confident Ayman Shah excels in both academics and sports, showcasing his remarkable all-round talent. പിന്നെ ഓനെ പിടിച്ച് നിന്നിരുന്നത് കേട്ടോ എൻ്റെ മാം. അപ്പോൾ അടിപൊളി മാമാണ് കേട്ടോ. ഓരോ മക്കളെ ഇഷ്ടത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മാമാണ്. പല മക്കളും പല പോലെയല്ല, അതിനനുസരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മാമാണ് അയ്മൻ്റെ മാം കേട്ടോ. അടിപൊളിയാണ്. അയ്മനെ ഇതിൻ്റെ ഇടയിൽ ഇതാണ് എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ് ഇത്ര.
അപ്പോൾ ഓന് സർട്ടിഫിക്കറ്റ് പിടിച്ചിങ്ങാണ്ട് കുഴങ്ങി ഇതൊന്ന് പിടിച്ചാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചതാണ്. Oh, I'm a gummy bear. Yes, I'm a gummy bear. Oh, I'm a yummy, tummy, vanilla gummy. ആമിനൊക്കെ ഒരു ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മിസ്സ്. അപ്പോൾ അതായിട്ട് കളിച്ചിരിക്കുകയാണ് കേട്ടോ ഓള്. പിന്നെ ദേശീയഗാനമൊക്കെ ചൊല്ലാണ് കേട്ടോ. ദേശീയഗാനം ചൊല്ലി പരിപാടി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.